സുലൈമാനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു ഇഫ്താർ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വ്യത്യസ്തമായി എന്നാൽ നല്ല ടേസ്റ്റോട് കൂടെ തന്നെ എങ്ങനെ തരിക്കഞ്ഞി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാം. ട്രഡീഷണൽ ആയിട്ടുള്ള തരിക്കഞ്ഞിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ഒരു 2.5 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ സേമിയ, 2 പീസ് ശർക്കര, പിന്നെ ഇത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, കാഷ്യൂസ്, മുന്തിരി, 3 ഏലക്കായ, ഒരു 4-5 ചെറിയ ഉള്ളി അരിഞ്ഞത് മതിയാവും കേട്ടോ. പിന്നെ 3 ഗ്ലാസ് പശുവിൻ പാലാണിത്, തിളപ്പിച്ച് വെച്ചതാണ്. പിന്നെ ഒരു 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഉള്ളിയും കാഷ്യൂസൊക്കെ വറക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് വേണം. ഇതിൽ നിന്നൊരു 3/4 ടീസ്പൂൺ നെയ്യ് എടുക്കാം. അപ്പോൾ നമുക്കിത് റെഡിയാക്കാം. ചൂടായ പാനിലേക്ക് 3/4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ചെറിയ ഉള്ളിയും ഏലക്കായ, മുന്തിരി, കാഷ്യൂസൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തരിക്കഞ്ഞി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് വറുത്തിടാം. പക്ഷേ ഇങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും, അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നന്നായി റോസ്റ്റായി. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം മീഡിയത്തിലാക്കുക, അല്ലെങ്കിൽ റവ കട്ട കെട്ടും. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള പാലിൻ്റെ പകുതിയാണ് ചേർത്തത് കേട്ടോ. പാല് തിളപ്പിച്ച് വെച്ചിട്ട് കുറച്ച് സമയമായി. അപ്പോൾ പാലിന് ചെറിയ ചൂടേ ഉള്ളൂ. കംപ്ലീറ്റ് ഒഴിച്ചാൽ അത് തിളയ്ക്കാനും പിന്നെ അത് ചൂടാറാനും ഒക്കെ ടൈം എടുക്കില്ലേ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പാലൊഴിച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി പാൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുടിക്കാൻ പാകത്തിന് ചൂടാവുകയും ചെയ്യും. ഇപ്പോൾ റവയും സേമിയയും ഒക്കെ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനീ പറഞ്ഞ അളവ് വെച്ച് 4 ഗ്ലാസ് തരിക്കഞ്ഞി ഉണ്ടാക്കാം. അതിലേക്ക് ഈ 2 പീസ് ശർക്കര അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. പിന്നെ മധുരം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ 1.5 പീസ് ശർക്കര മതിയാകും. പിന്നെ ഈ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരയൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് ബാക്കിയുള്ള പാലും ചേർക്കാം. അപ്പോൾ തരിക്കഞ്ഞി ഇവിടെ റെഡിയായി. ഓരോരുത്തരും ഓരോ വിധത്തിലാണ് തരിക്കഞ്ഞി ഉണ്ടാക്കുക. ഇത് എൻ്റെ ഒരു രീതിയാണ്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, എങ്കിലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ.